ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പോൾ അതിപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലമെന്നാണ് വൈബ് സ്ഥലമാണ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ചിറ്റൂഫറിയുടെ അവിടെയാണ്. പക്ഷേ കണ്ട ഗൈസ്, ഇങ്ങനെ കണ്ടാൽ തോന്നുന്നില്ല ഗൈസ്. ടുട്ടുണ്ട് ഇവിടെ ഗൈസ്. ഇതിൻ്റെ അപ്പുറം നമുക്ക് കാണാൻ പറ്റുന്നത് വാട്ടർ മെട്രോ ആണ്, പുതിയതായിട്ട് പണി കഴിഞ്ഞാൽ. അതിൻ്റെ അപ്പുറത്ത് തന്നെ എന്താണ് മറ്റേ ഫെറി ഉണ്ട്. അവിടെ നമുക്ക് നേരെ ജങ്കാർ കയറി അങ്ങോട്ട് പോകാൻ പറ്റും ഗൈസ്. അങ്ങോട്ടെന്ന് പറയുമ്പോൾ ഗൈസ് വെയിലടിച്ചിട്ട് കാണില്ലാന്നു. യെസ് ഗൈസ്, ആ പള്ളി ഉണ്ടോ? അതാണ് നമ്മുടെ മൂലമ്പള്ളി പള്ളി എന്നൊക്കെ പറയുന്ന പള്ളി. യെസ് ഗൈസ്, സ്ഥലം അതന്നെ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ചൂണ്ടിടണ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണെന്ന് ഗൈസ്. ഇവിടെ മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഉറപ്പില്ല, ബിക്കോസ് മീൻ ചത്തു പൊങ്ങിയിട്ടുണ്ട്, സീൻ ഉണ്ടായിരുന്നു. എന്നാലും ഗൈസ് ഇപ്പോൾ വെള്ളത്തിന് ഇളക്കമുണ്ട്. എനിക്കറിയില്ല, വെള്ളത്തിന് ഇളക്കമുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഓർക്ക് എന്താണ് ഇങ്ങനെ ഇളകനെയും. യെസ് ഗൈസ്, അപ്പോൾ നേരത്തെ ഇതിൽ കൂടെ സ്പീഡ് ബോട്ട് പോയായിരുന്നു. അതിൻ്റെ വേവ് ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. അതിൻ്റെ വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യണേന്നൊക്കെ നോക്കാം, റോഡും റെയിലും യൂസ് ചെയ്ത്. സോ ഗൈസ്, അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് വേണമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തിട്ടേക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അവിടെ ഫിഷിംഗ് ഫ്രീക്സാ? അല്ലല്ലല്ല. അപ്പോൾ അതിപ്പോൾ നമ്മൾ ലൂറിട്ടാണ് ഫിഷിങ് ചെയ്യാൻ പോണ. സാധാരണ ഗൈസ് അവിടെ മറ്റേ ബോട്ട് പോണതിൻ്റെ സൗണ്ട് ഉണ്ട്. ലൂറിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് സാധാരണ കുളത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്ലോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൂറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ റോഡ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും ഇത് ഇടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സാധനം സ്ട്രെയിറ്റ് ആണ്, ഈ റിംഗ് പോലത്തെ സാധനം ഗൈസ്. അപ്പോൾ ഈ മോളിൽ രണ്ടെണ്ണം കുറച്ച് വളഞ്ഞിരിക്കണം, അതാണ് സൈഡ് മാറിയിരിക്കണം. അപ്പോൾ നൂലിടുമ്പോൾ നൂല് പൊട്ടാൻ സാധ്യത ഉള്ളതാണ്. അത് അറിയാൻ ഡയറക്ഷനിലേക്കും പോകില്ല. അപ്പോൾ ഈ സാധനം കണ്ട നിങ്ങൾ ഇതിന് ഇവിടെ ഫ്ലാഗ് ഇപ്പോൾ നമ്മൾ ഫുൾ ടൈറ്റാക്കി ഇട്ടിരിക്കണം. അപ്പം നമ്മളിത് എറിയാൻ നേരത്ത് ഈ വിരലും വെച്ച് ഈ നൂല് ഇങ്ങനെ പിടിച്ചിട്ട് അതിന് ശേഷം ഈ സാധനം തുറക്കണം. അൺലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വീശി എറിയാൻ പറ്റുന്നതാണ്. അത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് കൂട്ടുകയും വേണം. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കൈ പിടിക്കാം. അപ്പോൾ കഴിച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എറിയാൻ പോകണം. അപ്പോൾ ഇപ്പോൾ അവിടം വരെ പോയിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു കൊടുത്ത് അവിടം വരെ പോയിട്ടുണ്ട്. അതിന് ഇങ്ങോട്ട് അടിക്കും. അപ്പോൾ ഈ സാധനത്തെ നമ്മളിങ്ങനെ ക്ലോസ് ചെയ്യണം. എന്നിട്ട് വേണം ഫ്രൈ പഠിക്കാൻ. ഇത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഇട്ട് വെക്കരുത്. സാധാരണ കുളത്തിട്ടുള്ളത് അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കഴിച്ചത്, അവിടെ എന്താണ് ഏതെങ്കിലും മരത്തടിയിൽ വല്ല മരത്തടിയ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കുളത്തിക്കൊണ്ട് വരും. ഇത് നമ്മളിങ്ങനെ വലിക്കൊണ്ട് ഫ്രൈ അടിക്കൊണ്ടിരിക്കണം. അപ്പം അതിങ്ങനെ ഒഴുകി വരുമ്പോൾ അതിനൊരു ആക്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ലൂറായതുകൊണ്ട് അതിൻ്റെ പുറകിൽ ഇത്ര വാലിങ്ങനെ ഇറക്കുന്നുണ്ട്. അത് കണ്ടിട്ടായിരിക്കും മീനൊക്കെ അട്രാക്ട് ചെയ്ത് വരുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഫ്രൈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പതുക്കെ ഫ്രൈ പഠിച്ചാൽ സ്പീഡ് കൊണ്ട് ചെയ്യുന്ന ഇതാണ് നമ്മുടെ ലൂർ. അപ്പം നമ്മൾ ഒന്നും കൂടെ എറിഞ്ഞ് കാണിച്ചുതരാം. അത് കറക്റ്റ് എറിയുമ്പോൾ കാണിക്കണേ. സോ ഈ സപ്പതി ഇപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പകുതിയൊന്നും പോയില്ലെങ്കിൽ അതിൻ്റെ അടുത്ത് വരെ പോയിട്ടുണ്ട് നമ്മുടെ വിശ്വാസം. അപ്പം നമ്മൾ ഫ്രൈ പിടിക്കുമ്പോൾ ആദ്യം ഇങ്ങനെ ടൈപ്പ് ചെയ്യും. അത് നമുക്ക് പതുക്കുകയാണെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. പതുക്കെ കളിച്ചാലും മതി. പെട്ടെന്ന് പോയിട്ട് മീൻ വെക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം മീൻ കഷ്ടം ഒങ്ങിക്കൊണ്ടാണ് ഇപ്പം നമുക്ക് ഇവിടെ കിട്ടാത്തത്. അപ്പോൾ കഴിച്ചപ്പോൾ നമുക്ക് ഇനി എന്താ ഇങ്ങനെ വലിച്ചിട്ടില്ല. നമുക്ക് ഇടയ്ക്ക് വെയിറ്റൊക്കെ ഫീൽ ചെയ്യാൻ നല്ല ഊര് വെള്ളത്തിൽ കൂടെ മൂവ് ചെയ്യുന്നതിൻ്റെയാണ്. മറ്റേ മീൻ കടിച്ചാൽ നമുക്ക് ശരിക്കും ഒരു വൈബ്രേഷൻ അറിയാൻ പറ്റും. അതാണ് ഈ സ്റ്റിക്കിൻ്റെ പ്രത്യേകത. ഇവിടെ ഇങ്ങനെ വരൽ വെച്ചാൽ ഇവിടെയൊക്കെ വെച്ചാൽ നമുക്ക് വൈബ്രേഷൻ അറിയാൻ പറ്റുന്നത്. ഈ നൂലിന് വൈബ്രേഷൻ ഉണ്ടോ കഴിച്ചപ്പോൾ നമുക്ക് മീനിന് ശരിക്കും അറിയാൻ പറ്റും. സോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇടാൻ നേരത്തെ ഈ സാധനം നമ്മൾ കറക്റ്റ് എന്താണ് ഈ വെള്ളം റിലീസ് ചെയ്യണം. റിലീസ് ചെയ്യാൻ വൈകിപ്പോയാൽ പുറകിലേക്കും റിലീസ് ചെയ്യാൻ വൈകിപ്പോയാൽ മുമ്പിലേക്ക് വെള്ളത്തിലേക്ക് അവിടെ തന്നെ വീഴും. അതുപോലെ റിലീസ് നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ പുറകിലേക്കും പോകും. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഇത് എറിയാൻ നേരത്തെ നമ്മൾ മുകളിൽ ലൈൻ കമ്പിയൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ ലൈൻ കമ്പി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ചരിച്ചെറിയണത്. പിന്നെ നമുക്ക് മുകളിലേക്ക് വീശെറിയും നല്ല ലോങ് കാസ്റ്റിങ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായി ശ്രദ്ധിക്കുന്നത്. പിന്നെ ഇത് നമ്മളിങ്ങനെ റിട്രൈവ് അടിച്ച് ചെയ്യുമ്പോൾ ഈ സാധനം കിടന്നിങ്ങനെ അനങ്ങുമ്പോൾ ഇതിവിടെ കെട്ട് വീരാണ്ട് നോക്കണം. കെട്ട് വീണ് കഴിഞ്ഞാൽ ഊരെടുക്കാൻ കുറച്ച് പണിയാണ്. സോ ഗൈസ്, അപ്പോൾ എന്താണ് പിന്നെ നമുക്ക് ഇതിൽ ആക്ഷൻ കാണിച്ചു തരാം. ആക്ഷൻ കാണിച്ചാൽ കുറച്ച് ലൂസാക്കാം ഈ ലൂറിൻ്റെ. സോ ഗൈസ്, നമുക്ക് വെള്ളത്തിലേക്ക് നോക്കാം. വെള്ളത്തിലേക്ക് നമ്മളിപ്പോൾ ഇടുമ്പോൾ ഇതിനുള്ളിൽ നിന്ന് കണ്ടാൽ ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് വൈബ്രേഷൻ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ തന്നെ പുറകിൽ സാധനം എന്നാൽ കുറച്ചും കൂടെ ഇത് ഗൈസ് അവിടെ കൂടെ മറ്റേ ബോട്ടോ അതിൻ്റെ പതയൊക്കെ ഉണ്ട്. അത് കാണാൻ പറ്റൂല ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഇതുപോലെ കറക്റ്റ് മീനെ പോലെ തന്നെയാണ് ഇത് പോകണം. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മൾ റിട്രൈവ് അടിക്കുമ്പോൾ ആവുന്നത് നമ്മളെ പെട്ടെന്നൊരു വലിക്കുമ്പോൾ ഇങ്ങനെയാവും ഗൈസ്. അതാണ് മറ്റേ മീനൊക്കെ ചാടിപ്പോങ്ങുന്ന പോലെയൊക്കെ സംഭവം കുറച്ചും കൂടെ ഒറിജിനാലിറ്റിക്ക് വരും. നേരത്തെ കാണിച്ച അത്ര പൊങ്ങൂല, അത് ഇങ്ങനെയൊക്കെ പൊങ്ങും ഗൈസ്. കണ്ടോ ഇങ്ങനെ കറക്റ്റ് മീൻ പോണ പോലെ. അപ്പം ബാക്കി മീനൊക്കെ അട്രാക്റ്റ് ആവും. പക്ഷേ മറ്റേ ബോട്ട് പോയതിൻ്റെ എല്ലാ പതയും ഇവിടെ ഉണ്ട്. ഇപ്പോൾ സൈഡിൽ കൂടെയൊക്കെ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്താണ് കണ്ടോ ഗൈസ്, അപ്പോൾ ഇങ്ങനെ പോകുന്നതായിരിക്കും. അപ്പോൾ എന്താണ് അപ്പോൾ
അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ മീൻ പിടിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഈ ദിവസം നമുക്ക് ഇവിടെ മീനിട്ട കിട്ടാൻ വരില്ല. ഒന്നാണ് മീൻ ചത്ത സീനും, പിന്നെ ഇത്രയും വലിയ മീൻ ഇവിടെ ഉണ്ടാവേയില്ല. മറ്റേ കൂരിനെയൊക്കെ പിടിക്കുമായിരിക്കും. എൻ്റെ മേത്തൊക്കെ കുത്തി കയറും. കരിമീനൊന്നും കിട്ടത്ത പോലും ഇല്ല ഇതിലൊക്കെ. സോ ഗൈസ് അപ്പോൾ ഇങ്ങനത്തെ മീനൊക്കെ ആയിരിക്കും നമുക്ക് ഇതിൽ കിട്ടണത്. അപ്പോൾ ഇപ്പം നമ്മൾ മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗൈസ് സൈഡിൽ ബോട്ടിൻ്റെ ഒച്ച, അതുപോലെ മഴ പെയ്യണ ഒച്ചയില്ല, മഴ പെയ്യണുണ്ട് ഗൈസ്. കണ്ട നിങ്ങൾക്ക് അട്ട കാണാൻ പറ്റണ്ടെന്ന് അറിയില്ല ഗൈസ്. ഇവിടെ പോക്ക് അവിടെ ബോട്ട് കിടക്കുന്നുണ്ട്, മറ്റേ വഞ്ചി കിടക്കുന്നുണ്ട്, വെള്ളമൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അത്രയും മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പം ബാക്ക് ക്യാമറയും കൊണ്ട് കുറച്ച് വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ അത് ഇപ്പോൾ നമ്മളിവിടെയൊക്കെ മീനിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഗൈസ് ഇപ്പോൾ ഇവിടെ മീനിട്ട് അപ്പോൾ നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോയപ്പോൾ അവിടെ സൗണ്ട് കേൾക്കേണ്ട ഗൈസ്. മറ്റേ റോഡ് എസ് ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്ത ഫിഷിംഗ് സ്പോട്ടിലേക്ക് പോവാം. അവിടെ എല്ലാം മീൻ കിട്ടുമോ നോക്കട്ടെ. ഇവിടെ ചത്തു വാങ്ങിക്കൊണ്ട് കിട്ടൂല, അവിടെ ചത്തു വാങ്ങിക്കണം. വെറുതെ പോയി നമുക്ക് എന്താണ് മീൻ കിട്ടുമോ എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. സോ ഗൈസ് അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ട് പോകാം. സോ ഗൈസ് അപ്പോൾ അത് ഇപ്പോൾ എൻ്റെ കോലം കണ്ടെന്നാണ് ഇനി പൊളിച്ചിരിക്കുന്ന ഐസ്. അവിടെ നിന്ന് ഇവിടം വരെ സൈക്കിൾ വിളിച്ചപ്പോൾ ഇടയ്ക്ക് വെച്ച് മഴയും കിട്ടി. പിന്നെ നമ്മൾ നിർത്താണ്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് ഓടിച്ചു വന്നു. നനഞ്ഞ് പൊളിഞ്ഞ് ഇപ്പോൾ വീട് ചെന്നപ്പോൾ അവിടെ കരണ്ടുമില്ല കൈസ്. ഫുള്ള് ഷോക. ഇനി ഉടുപ്പൊക്കെ ഒന്ന് മാറണം. നനഞ്ഞിരിക്കണൊക്കെ നിൽക്കറെല്ലാം ഫോൺ പോക്കറ്റിട്ട് ഫോണും നനഞ്ഞു. പക്ഷേ കുഴപ്പമൊന്നുമില്ല. കൈസ് ഫുള്ള് സീൻ്റെ നോക്ക്, വെള്ളം നോക്ക്, വെള്ളം മഞ്ഞില്ല, നനഞ്ഞിരിക്കേണ്ട എന്തായാലും. സോ ഗൈസ് അപ്പോൾ ഇനി എന്താണ് ഡ്രസ്സൊക്കെ വന്നു. സോ ഗൈസ് അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ചെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇന്ന് മീനൊന്നും കിട്ടിയില്ല, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. സോ ഗൈസ് അപ്പോൾ എന്തായാലും നല്ലൊരു വ്ളോഗ് ആയിരുന്നു, എങ്ങനെ ഇടണമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് റോഡും റീലില്ലെങ്കിൽ ഒരെണ്ണം ബൈ ചെയ്യാനുള്ളൂ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. 700 കിട്ടുന്നതാണ് ഗൈസ് ബിഗിനേഴ്സിന് വേണ്ടിയുള്ളത്. സോ ഗൈസ് അപ്പോൾ നമുക്ക് ഇത് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് എന്ത് ചെയ്യാം. സോ ഗൈസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും. സോ ഗൈസ് അപ്പോൾ നമുക്ക് വേറെ വീഡിയോ കാണാം. ബൈ ബൈ.